യെസ്, തിരികെ സ്വാഗതം ഫൈസ്. ഈ ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ആ പിച്ചിൽ പ്രത്യേകിച്ച് മഴ പെയ്ത ഒരു അറ്റ്മോസ്ഫിയറാണ്. കുറെ കൂടി ആനുകൂല്യം ബൗളർമാർക്ക് ലഭിക്കേണ്ടതാണ്. സ്വാഭാവികമായും ഇന്ത്യ ബാറ്റിങ്ങിൽ ഇത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയുടെയും 104 റൺസിന്റെ കൂട്ടുകെട്ട് അപ്പോട്ടെ തുടങ്ങി ഇന്ത്യ ഞങ്ങള് ജയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്ന് പറയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തെ നമ്മൾ എങ്ങനെ മൊത്തത്തിൽ വിലയിരുത്തേണ്ടി വരും? ടോസ് നഷ്ടമായിട്ട് ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ആശങ്കകൾ ഏറെ ഉണ്ടായിരുന്നു. കാരണം ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ എന്തുകൊണ്ട് ബാറ്റിങ്ങിന് അയക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം സംശയങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്നിട്ട് ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായും സാധാരണ സ്മൃതി മന്ദാനയാണ് പ്രതികാരവാലിന്റെ കൂടെ മത്സരിക്കുന്ന സമയത്ത് കൂടുതൽ അറ്റാക്ക് ചെയ്ത് കളിച്ചത്. പക്ഷേ ഇന്ന് ഫൈനലായതുകൊണ്ടാണ് സ്മൃതി മന്ദാന പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് പതുക്കെ തുടങ്ങി. പക്ഷേ മറുവശത്ത് രണ്ടാമത്തെ മത്സരം, ഈ ടൂർണമെന്റിലെ രണ്ടാമത്തെ മത്സരമാണ് ഷഫാലി വർമ്മ ഇറങ്ങുന്നത്. തീർച്ചയായും അവർ നടത്തിയൊരു പ്രകടനം, കാരണം സ്മൃതി മന്ദാനയെക്കാട്ടിലും കൂടുതൽ അവർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു, വേഗത്തിൽ സ്കോർ ചെയ്യുന്നു. അങ്ങനെ 49 റൺസിൽ ഷഫാലി നിൽക്കുമ്പോൾ 45 റൺസിൽ സ്മൃതി മന്ദാന പുറത്താവുന്നു. പിന്നാലെ കഴിഞ്ഞ സെമി ഫൈനലിലെ നമ്മുടെ സൂപ്പർ താരം ജമിയ റോഡ്രിഗസ് ആണ് കടന്നു വരുന്നത്. ജമിയ സാക്ഷിയാക്കിക്കൊണ്ട് ഷഫാലി അർദ്ധ സെഞ്ചുറി നേടുന്നു. ജമിയ റോഡ്രിഗസും വളരെ പതുക്കെയാണ് സ്കോർ ചെയ്തത്. 34 പന്തിൽ നിന്ന് 25 റൺസ് മാത്രമാണ് ജമിയ നേടുന്നത്. അങ്ങനെ പിന്നാലെ വന്നവരെല്ലാം ഭേദപ്പെട്ട പ്രകടനം നടത്തിയെന്നുള്ളതാണ്. ഈ ടൂർണമെന്റിലുടനീളം ഇന്ത്യൻ ബാറ്റർമാർ ശേഷം നടത്തിയ മികച്ച പ്രകടനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഫൈനലിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തി. 300-ന് പുറത്തേക്ക് പോകേണ്ട ഒരു സ്കോർ ആയിരുന്നു. എന്നിരുന്നാലും പിച്ചിന്റെ സ്വഭാവം വെച്ച് 300-നടുത്ത് സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ പറ്റി എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അതുപോലെ തന്നെ ദീപ്തി ശർമ്മയുടെ ഓൾറൗണ്ടർ പ്രകടനം ബോളിംഗിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് ബാറ്റിംഗിലും മികച്ച പ്രകടനം, അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ഇന്ത്യൻ ആരാധകർക്ക് മികച്ചൊരു സ്കോർ സമ്മാനിക്കാൻ ദീപ്തി ശർമ്മക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എസ് മനോജ് നമുക്കൊപ്പം ചേരുകയാണ് ഒരു വട്ടം കൂടി. അതായത് ശ്രീ എസ് മനോജ്, നമ്മൾ പറയായിരുന്നു ഈ പിച്ചിന്റെ ഒരു തുടക്കത്തിൽ നമ്മളൊന്ന് ഭയന്നതാണ്. കാരണം ടോസ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിക്കുന്നു, ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുന്നു, ഒരു വലിയ സ്കോറിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, അവിടുത്തെ ഒരു ഔട്ട്ഫീൽഡ് അങ്ങനെയാണ്. പക്ഷെ അതെല്ലാം മറികടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കരുതിയതൊക്കെ മറികടക്കുന്ന ഒരു പ്രകടനം ഇന്ത്യയുടെ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. തിരികെ പന്തെറിയാൻ എത്തുമ്പോൾ കൂടുതൽ ആക്രമണത്തോടു കൂടി ഇന്ത്യ പന്തെറിയുന്നു. സ്പിൻ കുഴിയിൽ ഇന്ത്യ ഒരുക്കിയാൽ സ്പിൻ കെണിയിൽ ദക്ഷിണാഫ്രിക്ക വീഴുന്നത് നമ്മൾ കാണുന്നു.